ബിനുവിനെ കുറിച്ച് ഒരു വാക്ക് പറയണം. ഏഴാഴ്ചകൾക്ക് മുമ്പ് എന്റെ കസിൻ ഷിക്കാഗോയിലുള്ള ജോണിക്കുട്ടിപ്പിള്ളവരോട് ഞാൻ ബിനുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ബിനു ഞങ്ങളുടെ എല്ലാം ഷിക്കാഗോയുടെ രോമാഞ്ചമാണ്. എന്തുകൊണ്ടാണ് രോമാഞ്ചം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സർപ്പയജ്ഞം നടത്തുന്ന വേലായുധനെ പോലെയാണ് ബിനു. ഒരേ സമയം രാജവെമ്പാലകളും മൂർഖനും എല്ലാം തലപൊക്കിയാടുമ്പോൾ അവരെല്ലാം ഒതുക്കി, ചെറിയ അണലികളെ എല്ലാം ഒതുക്കി, മൂർഖനും അണലിയും തമ്മിൽ കഴികൂടി കൂടാതെ സർപ്പയജ്ഞം നടത്തുന്ന വേലായുധനോളാണ് ബിനു. അവരുടെ ഷിക്കാഗോയുടെ രോമാഞ്ചമാണ് ബിനു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ KCC-NAയുടെ പ്രസിഡന്റ് ശ്രീ ദേവി മണക്കുതൻ, കോട്ടയം അതിരൂപതയുടെ അധ്യക്ഷനായ പിതാക്കന്മാരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, KCC-NA എന്ന ഫെഡറേഷന് ധാരാളം പ്രസിഡന്റുമാരെ സംഭാവന ചെയ്ത ഷിക്കാഗോ KCS-നെ പ്രതിദാനം ചെയ്തുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ ഈ വേദിയിൽ അവസരം തന്നതിന് ഞാൻ KCC-NAയോട് ആദ്യമായി ഷിക്കാഗോ KCS-ന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് ഷിക്കാഗോ KCS-ന്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ ജ്ഞാനായ സമുദായത്തില് ഐക്യം വീണ്ടെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി രണ്ടാമത് ഷിക്കാഗോ ജ്ഞാനായക്കാർ അധിവസിക്കുന്ന സ്ഥലത്ത് പുതിയൊരു ജ്ഞാനായ സെന്റർ മേടിക്കുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഷിക്കാഗോ KCS-ന്റെ പ്രസിഡന്റായിട്ട് ഞാൻ വന്നതും എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരും. അതിന് ഒരു പരിധി വരെ വിജയിച്ചു എന്ന് പറയുവാൻ അഭിമാനത്തോടു കൂടി എനിക്ക് സാധിക്കും. അതില് ഒന്ന്, ഷിക്കാഗോ ജ്ഞാനായക്കാരുടെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഷിക്കാഗോയില് കഴിഞ്ഞ മാസം നവംബർ 26-ാം തീയതി നമ്മുടെ കോട്ടയം രൂപതയുടെ അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട് പിതാവ് ഷിക്കാഗോ ജ്ഞാനായ സമുദായത്തിന് ജ്ഞാനായ സെന്റർ വെഞ്ചരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഷിക്കാഗോ KCS-ന്റെ ക്ഷണം സ്വീകരിച്ച് അവിടെ വന്ന് ജ്ഞാനായ കമ്മ്യൂണിറ്റിക്ക് സമർപ്പിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ എന്റെ വിജയം. അതിന് അഭിവന്ദ്യ പിതാവിനോട് ഒരിക്കൽ കൂടി ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത് എനിക്ക് പറയുവാനുള്ളത്, സഭയും സമുദായവും നേതൃത്വങ്ങൾ മാറി മാറി വരും. എന്നാൽ എന്റെ നേതൃത്വത്തിലുള്ള എന്റെ കാഴ്ചപ്പാട് സഭയും സമുദായവും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആശയത്തില് അടിയൊളിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അതിൽ ഞാൻ സ്ഥാനം ഏറ്റെടുത്തതുകൊണ്ട് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ വരും എൻഡോഗമയുടെ ഇഷ്യൂ വന്നാലും സമുദായത്തിന്റെ ഇഷ്യൂ വന്നാലും അടിപതറാതെ യോജിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയെന്ന് അഭിമാനത്തോട് പറയുവാൻ ഞാൻ സാധിക്കും. അതിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ ജ്ഞാനായ റീജിയണൽ ഡയറക്ടറായ ഞങ്ങളുടെ മുളവനാനച്ചി വേദിയിൽ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഷിക്കാഗോയുടെ രോമാഞ്ചമായ അറ്റ്ലാന്റിലേക്ക് മാറി വന്ന ഞങ്ങളുടെ ബോബനച്ചിലൂടെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പല വേദികളിലും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എന്നെ വിളിക്കും, ഞാൻ അവരെ വിളിക്കും. ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് എടുത്ത തീരുമാനങ്ങളാണ് ഷിക്കാഗോയിൽ ഇന്ന് കഴിഞ്ഞ 2 വർഷം നടന്നിട്ടുള്ളത്. ഇനിയും അത് നടക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. രണ്ടാമത് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ഷിക്കാഗോ, ന്യൂയോർക്ക് പോലെയുള്ള സംഘടനകൾ തുടങ്ങിയതിന്റെ ശേഷമാണ് നോർത്ത് അമേരിക്കയിലുള്ള ബാക്കിയുള്ള സംഘടനകൾ തുടങ്ങിയത്. അതുകൊണ്ട് എന്റെ പ്രിയ ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ KCS-ൽ 6000 പ്രതിദാനം ചെയ്യുന്ന അവിടുത്തെ ജനങ്ങൾ എന്നെ കൈയടിഞ്ഞ് സ്വീകരിച്ചെങ്കിൽ 30,000 വരുന്ന ജനങ്ങളോട് നമ്മൾ സഭയും സമുദായവുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന നേതൃത്വങ്ങൾ വന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നേതൃത്വങ്ങൾ വരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന്റെ വലിയ ഉറപ്പാണ് ഷിക്കാഗോ. നിങ്ങൾ ദയവ് ചെയ്ത് ആ ആശയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാര് കൺവെൻഷന് വന്നു, നമ്മുടെ പിതാക്കന്മാർ ഈ വേദിയിലിരിക്കുന്നു. മൂലക്കാട് പിതാവ് ഞാൻ ശക്തമായ ഭാഷയിൽ ഇന്നിവിടെ പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾ എന്നെ വിശ്വസിക്കും മക്കളെ. അതിൽ കൂടുതൽ ഒരു പിതാവ് എങ്ങനെയാണ് പറയുക?
എന്നെ വിശ്വസിക്കാൻ ആ പിതാവിനെ വീണ്ടും നമുക്ക് സംശയമാണ്. ഞാനതുകൊണ്ട് 1 മിനിറ്റാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ചെറിയൊരു കഥ നിങ്ങളുടെ മുമ്പിൽ പറയാം. കാരണം ഈ വേദിയിൽ ഇരുന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയതാണ്. കാരണം വരുന്ന കൊല്ലം എനിക്ക് ഈ അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പറയാം. ഒരു ഭാര്യയും ഭർത്താവും 25 കൊല്ലം സന്തോഷത്തോടെ അവർ ജീവിച്ചു. അവരുടെ ജീവിതത്തിലെ 25 കൊല്ലം സന്തോഷമായി ജീവിച്ചു കഴിഞ്ഞപ്പം കുറച്ചു കഴിഞ്ഞപ്പം ഭർത്താവിനൊരു സംശയമാണ്. ഞാൻ എന്ത് സംസാരിച്ചിട്ടും എന്റെ ഭാര്യ അതിന് മറുപടി എന്നോട് പറയുന്നില്ല. അങ്ങനെ സംശയമായപ്പോൾ ആ ഫാമിലി ഡോക്ടറിനെ പോയി ഹസ്ബൻഡ് സംസാരിച്ചു. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ ഭാര്യ എന്നോട് മറുപടി പറയുന്നില്ല. അവളോട് നിന്റെ ചെവി കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സങ്കടമാകുമോ എന്നുള്ള ഒരു വിഷമത്തിന്റെ പുറത്ത് അപ്പൊ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ നാളെ അവള് കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴോ എന്തെങ്കിലും അടുത്ത് നിൽക്കുമ്പോൾ 25 ഫീറ്റ് അകലെന്ന് ആദ്യം സംസാരിക്കുക. അതിന് മറുപടി ഒന്നും കിട്ടുന്നില്ല എങ്കിൽ 20 ഫീറ്റ് അങ്ങനെ അടുത്തടുത്ത് വരാം സംസാരിക്കാൻ പറഞ്ഞു. ഇവൻ 5 ഫീറ്റ് വരെ ചെന്നു. ആദ്യത്തെ 25 വരെ ചെന്നപ്പം ഒരു മറുപടിയും കിട്ടിയില്ല. 5 ഫീറ്റ് ആയപ്പോൾ അവൻ ചോദിച്ചു, നീ എന്താണ് കുക്ക് ചെയ്യണമെന്ന്? അവള് പറഞ്ഞു, ഞാൻ 5 പ്രാവശ്യമായിട്ട് പറഞ്ഞില്ലേ ചിക്കനാണ് കുക്ക് ചെയ്യണമെന്ന്. അന്നേരം ഹസ്ബൻഡിന് പിടിയേറ്റി അവിടെ ചെവിക്കല്ല പ്രോബ്ലം, ഞാൻ ചോദിച്ചതിനെല്ലാം അവിടെ മറുപടി പറയുന്നുണ്ടായിരുന്നു, എന്റെ ചെവിക്കാണ് പ്രോബ്ലം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാരോട് നമ്മൾ വിശ്വസിക്കുക. അവര് പറയുന്നു നമ്മുടെ കൂടെയാണ് എന്ന്. ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ഇട്ട ലെറ്ററിൽ അഭിബന്ധ പിതാവിന് ഒപ്പിടാനുള്ള ബുദ്ധിമുട്ടിനെ പറ്റി പിതാവ് പറഞ്ഞു. നമ്മളത് മനസ്സിലാക്കി നമ്മുടെ സമുദായത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് ഉറക്കെ പറയുകയാണ്. രണ്ടാമത് നമ്മുടെ കൺവെൻഷൻ ചെയർമാനോട് പറയാനുള്ളത്, നമ്മുടെ പൊതുപ്രവർത്തനങ്ങളിൽ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും നമ്മുടെ പിള്ളേരോടുള്ള സമയങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുടുംബങ്ങളിൽ പല നഷ്ടങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ നഷ്ടങ്ങൾ നമ്മുടെ സമുദായത്തിന് നന്മയായിട്ട് വരുമ്പോൾ, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ, ആരാണ് ഈ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച് നല്ല പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും 13ാമത്തെ കൺവെൻഷന് നേതൃത്വം കൊടുത്ത സൈമൻ ചേട്ടനെ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി ഓർക്കും. അത് ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ ഒരു കാര്യം, ബേബി ചേട്ടനെ എനിക്ക് പല കാര്യങ്ങളും ഞാൻ ബേബി ചേട്ടൻ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ വിളിക്കാറുണ്ട്. ബേബി ചേട്ടന്റെ അത്രയും ക്ഷമ എനിക്കില്ല. പക്ഷെ ക്ഷമ പഠിക്കുന്നത് നേതൃത്വത്തിലൂടെയാണ്. സംഘടനാ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി സാധാരണഗതി ക്ഷമ പഠിക്കും, കാരണം ജനങ്ങൾ പഠിപ്പിക്കും. അതുകൊണ്ട് ഈ ബേബി ചേട്ടൻ സാധാരണ ഏത് കാര്യം വന്നാലും ബേബി ചേട്ടൻ പറയും പോട്ടെ പോട്ടെ. ഞാനും ഈ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. കാരണം ആൾക്കാർ പറയുന്നതിന് മറുപടി പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ വിചാരം നമ്മൾ ആ സബ്ജക്റ്റിൽ തോറ്റുപോയെന്നാണ്. അപ്പം നമ്മൾ അന്നത്തെ നമ്മുടെയൊക്കെ പ്രായത്തിനോട് നമ്മളതിന് മറുപടി പറഞ്ഞിട്ടേ വീട്ടിൽ പോകുള്ളൂ. അപ്പം KCSന്റെ എക്സിക്യൂട്ടീവിൽ 2 മാസം ഇരുന്നവൻ പിടികിട്ടി ചിലതിന് മറുപടി പറയാതിരിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഈ 13ാമത്തെ കൺവെൻഷൻ KCCNA കൺവെൻഷൻ തങ്കലിപികളാൽ എഴുതപ്പെടുന്നതും ഓർമ്മിക്കപ്പെടുന്നതുമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഷിക്കാഗോ കമ്മ്യൂണിറ്റിയുടെ എല്ലാ പിന്തുണയും എല്ലാ വാഗ്ദാനങ്ങളും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപക്ഷെ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും ബിനുവിനെ എന്തുകൊണ്ടാണ്